വിധികർത്താക്കൾക്കും ആത്മീയ ഗുരുക്കൾക്കും അധ്യാപകർക്കും എല്ലാ മാതാപിതാക്കൾക്കും പിന്നെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൈക്കുപ്പുകൾ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായ വിവര സാങ്കേതിക വിദ്യ അനുഗ്രഹമോ അതോ ദോഷമോ എന്ന വിഷയത്തിന് അനുഗ്രഹമാണ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 21ാം നൂറ്റാണ്ടിലും വിവര സാങ്കേതിക വിദ്യയ്ക്ക് വളരെ വലിയ പ്രശസ്തിയുണ്ട്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കണ്ടുപിടുത്തേണ്ട ലോകത്തിലാണ്. ഇവിടെ വിവര സാങ്കേതിക വിദ്യയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് വിവര സാങ്കേതിക വിദ്യ? എന്താണ് അതിന്റെ ഗുണങ്ങൾ? എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചത്? കാരണമുണ്ട്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം അറിയുന്നവർ ആരും തന്നെ വിവര സാങ്കേതിക വിദ്യയ്ക്ക് എതിരായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളുടെ സംശയം കൂടെ തിരുത്താൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 21ാം നൂറ്റാണ്ടിലും വിവര സാങ്കേതിക വിദ്യയ്ക്ക് വളരെ വലിയ പ്രശസ്തിയുണ്ട്. വിവര സാങ്കേതിക വിദ്യ എന്നാൽ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മനുഷ്യനെ ഗുണകരവും സുഖകരമാക്കി മാറ്റുന്നു. അത് നമ്മുടെ പഴയൊരവസ്ഥയിൽ മാറ്റി പുതിയൊരവസ്ഥയിലേക്ക് നയിക്കുന്നു. വിവര സാങ്കേതിക വിദ്യ ഗുണമാണെന്നും അനുഗ്രഹമാണെന്നും അത് മനുഷ്യന് സൃഷ്ടിക്കപ്പെടാവുന്നതുമാണെന്ന് ഞാൻ ഇപ്പോൾ സ്ഥാപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-27 വാക്യം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയെ പെരുകുകയും കടലിൽ മത്സ്യങ്ങളുടെയും ആകാശത്തിൽ പറവുകളുടെയും കരയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഞാൻ നിങ്ങൾക്ക് ആധിപത്യം നൽകിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സൃഷ്ടാവും പിതാവുമാണ്. ദൈവം നമ്മുടെ പിതാവെങ്കിൽ നാം അവിടുത്തെ മക്കളാണ്. മക്കളെങ്കിൽ നമുക്ക് അവകാശമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിവര സാങ്കേതിക വിദ്യയിലെ മറ്റൊരു വചനം കൂടെ ഞാൻ ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-14 വചനം: വിവര സാങ്കേതിക വിദ്യ മനുഷ്യന് സൃഷ്ടിക്കപ്പെടാവുന്നതാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിവര സാങ്കേതിക വിദ്യയ്ക്ക് നിരവധി ഗുണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആരോഗ്യമായ ഒരു ഗുണമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ വാർത്ത കേൾക്കണോ, കുട്ടികൾക്ക് പഠിക്കണോ, പ്രൊജക്ട് ചെയ്യണോ, കാലാവസ്ഥ നിരീക്ഷണം അറിയണോ, കത്തുകൾ എളുപ്പത്തിൽ അയക്കണോ, ഒറ്റമാർഗം ഒറ്റോത്തരം നിങ്ങളുടെ വിരൽ വന്ന് മൊബൈൽ ലാപ്ടോപ്പ് ടാബ്ലറ്റ്സ് അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇത്ര അധികമായി വിവര സാങ്കേതിക വിദ്യ നമ്മളെ അനുഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് അത് ദോഷമാണെന്ന് സ്ഥാപിക്കാൻ കഴിയും? കൂടാതെ ഈ വർഷം ബൈബിൾ വായനാ വർഷമായി ആചരിക്കുന്നു. ഈ കാലയളവിൽ ബൈബിൾ വായിക്കുന്നവർക്ക് ബൈബിൾ വായിക്കാം, ബൈബിൾ കേൾക്കുന്നവർക്ക് ബൈബിൾ കേൾക്കാം. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർ ഒഴിവു സമയങ്ങളിൽ വായിക്കാൻ സഹായിക്കുന്നു. അതിന് ഉദാഹരണമാണ് POC ബൈബിൾ ഓഡിയോ ബൈബിൾ ഇപ്പോൾ ലഭ്യമാകുന്നു. പ്രിയപ്പെട്ടവരെ, വിവര സാങ്കേതിക നമ്മൾ നിരവധി ഗുണങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവസാനമായി ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, വിവര സാങ്കേതിക വിദ്യ അനുഗ്രഹമാണെന്നും ഗുണമാണെന്നും അത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെടാവുന്നതുമാണ് ഞാൻ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും തന്നെ വിവര സാങ്കേതിക വിദ്യ എങ്ങനെ നിങ്ങളെ ഗുണകരമാക്കുന്നു, എങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുവിൻ. നിദ്രയിൽ നിന്ന് ഉണരുവിൻ, കേൾക്കുവിൻ, ഉണർന്ന് കാണുവിൻ എങ്ങനെ വിവര സാങ്കേതിക വിദ്യ നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ടീം ബി, സ്റ്റീവ് സജി. അതിരണ്ടായ വിധികർത്താക്കൾക്ക്, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വിനീതമായ നമസ്കാരം. വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അതെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വലിയ കൗമാര സമൂഹം തന്നെ. തെറ്റായ രീതിയിലുള്ള പ്രയോഗം മൂലം ഇവരിൽ പലരും വഞ്ചിക്കപ്പെടുന്നു. മാതാപിതാക്കളിൽ നിന്ന് പലതരം രഹസ്യങ്ങൾ മറച്ചു പിടിക്കുകയും ഇതിലൂടെ സ്വയമേ ടെൻഷൻ വർദ്ധിക്കുകയും പഠന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയും വരുന്നു. അതിലുപരി ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരവും രഹസ്യവും പരസ്യവുമായ അറിവുകൾ ശേഖരിക്കുവാനും അതുപയോഗിച്ച് അവരെ ചൂഷണം ചെയ്യുവാനുമാണ് ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും നാം പലതരം പരസ്യങ്ങളിൽ ആകർഷിതരായി എത്രയോ വഞ്ചിക്കപ്പെടും. നമ്മൾ പലപ്പോഴും വഞ്ചിതരാകുന്നു. ഈ ഷോപ്പിംഗ് എന്ന ഫെസിലിറ്റിയിൽ ആകർഷിതരായി നമ്മുടെ എത്രയോ വീട്ടമ്മമാർ ഇന്ന് പണം അമിതമായി ചെലവാക്കുന്നു. നമ്മളൊന്ന് അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഇവരിൽ ഭൂരിപക്ഷം പേരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നത്. നാം പലപ്പോഴും ഇന്ന് ആശ്രിതരാണ്. വിവര സാങ്കേതിക വിദ്യയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മൾ
നമ്മുടെ കഴിവുകളെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല. അത് കണ്ടെത്തുന്നവരോ അത് ഉപയോഗിക്കാനോ അത് വർദ്ധിപ്പിക്കാനോ ശ്രമിക്കുന്നേയില്ല. ഒരു കുടുംബത്തിന് താങ്ങും തണലും സ്നേഹവും സാന്ത്വനവും നൽകേണ്ട ഒരു വീട്ടമ്മ ഇന്നത്തെ കാലത്ത് കരയുന്ന കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് മെസ്സഞ്ചറും ചെക്ക് ചെയ്യുന്നത് നമുക്ക് പല വീട്ടിലും ചെന്നാൽ കാണാവുന്ന കാഴ്ചകളാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് അഥവാ ഒരു സമൂഹത്തിന് നന്മകൾക്കുപരി കുറെ ദോഷങ്ങളാണ് വിവരസാങ്കേതിക വിദ്യകൾ കൊണ്ട് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് നല്ലതെന്ന് പറയാൻ സാധിക്കും? വാക്പാഠം എന്ന കഴിവില്ലാതാകുന്നത് വിവരസാങ്കേതികയുടെ കുതിച്ചുകയറ്റത്തിന് വലിയ കാരണമാണ്. മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ടെലിവിഷൻ്റെയും അമിതമായ ഉപയോഗം മൂലം അതിൽ നിന്ന് വരുന്ന മാരകമായ കിരണങ്ങളാൽ മാരകമായ രോഗങ്ങൾക്ക് നാം കാരണവാനാകുന്നു. കുഞ്ഞുങ്ങളെന്നോ ഗർഭിണികളെന്നോ ഇല്ലാതെ എല്ലാവരും ഇതിന് അടിമകളായിരിക്കുന്നു. താരാട്ടുപാട്ടിൻ്റെയും സന്ധ്യാപ്രാർത്ഥനയുടെയും പള്ളിമണി മുഴക്കത്തിൻ്റെയും ശബ്ദമൊന്നും ഇന്ന് കേൾക്കാനേയില്ല. വിവരസാങ്കേതിക വിദ്യയുടെ കരാളഹസ്യത്തിൽപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ നമുക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് നമ്മുടെ വരും തലമുറയെ നമുക്ക് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. അടുത്തതായി ടീം എ കൃപ ജോൺസൺ. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, വിധികർത്താക്കളെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ കൂപ്പുകൈ. എന്താണ് വിവര സാങ്കേതിക വിദ്യ? ഇതിനു നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്ത്? നമുക്കൊന്ന് ചിന്തിക്കാം. വിജ്ഞാനത്തെ വിരൽത്തുമ്പിലെത്തിച്ച് ലോകത്തെ ചെറുതാക്കി ഒരു കുടുംബമാക്കി മാറ്റിയ ശാസ്ത്രത്തിന്റെ അതിനൂതന ശാഖയാണ് വിവര സാങ്കേതിക വിദ്യ. മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവനെ നിരന്തരം സഹായിക്കുന്നതും പ്രപഞ്ചശക്തികളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മെ സഹായിക്കുന്നതും സൃഷ്ടാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വരദാനമാണ് വിവര സാങ്കേതിക വിദ്യ എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 20 വർഷങ്ങൾക്ക് മുമ്പ് നാടിന്റെ വാർത്തകൾ അറിയാൻ ദിനപത്രങ്ങളെയും വല്ലപ്പോഴും വരുന്ന കത്തുകളെയും ആശ്രയിക്കുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു? നാടിന്റെ പ്രശ്നങ്ങളും വേദനകളും വികസനങ്ങളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ എത്തുന്നു. കരയിലും വെള്ളത്തിലും ആകാശത്തിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വിവര സാങ്കേതിക വിദ്യ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജിദ്ദ നഗരവാസികളായ നിങ്ങളോട് കാലാവസ്ഥാ മാറ്റത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1 മണിക്കൂർ നീണ്ട മഴ മതി നഗരം നിശ്ചലമാകാൻ. ഇത് മുൻകൂട്ടി കണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നതിനും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും നമ്മെ സഹായിക്കുന്നത് ഇവിടുത്തെ വിവര സാങ്കേതിക വിദ്യയാണ്. മാധ്യമങ്ങൾ കുട്ടികളെ ചീത്തയാക്കുന്നു എന്ന് എന്റെ കൂട്ടുകാർ ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇതിന് കാരണം മാധ്യമങ്ങളല്ല, മറിച്ച് അതിനെ തെറ്റായി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ചിന്താഗതിയാണ്. മാധ്യമങ്ങളെ മാന്യമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അവസാനമായി ഞാനൊന്ന് ചോദിക്കട്ടെ, വിവര സാങ്കേതിക വിദ്യയെ അന്ധമായി എതിർക്കുന്ന ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ നിരന്തരം ആശ്രയിക്കേണ്ടി വരുന്നത് വിവര സാങ്കേതിക വിദ്യയാണ്. ഇക്കാരണങ്ങളാൽ വിവര സാങ്കേതിക വിദ്യ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ടീം ബി ബ്ലെസി രാജു. Technology is a useful servant, but a dangerous master. സമ്പുജരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, വിധികർത്താക്കളെ, നമസ്കാരം. യന്ത്രവൽക്കരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പക്ഷേ അത് ജോലി എളുപ്പമാക്കാൻ മാത്രം. എന്നാൽ നമ്മുടെ ജോലികൾക്ക് പകരം യന്ത്രങ്ങൾ വന്നാലും തൊഴിലായ്മയാവില്ലേ ഫലം? അതെ, വിവര സാങ്കേതിക വിദ്യ തൊഴിലില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. യന്ത്രങ്ങൾക്ക് ശീലിപ്പിച്ചതേ പാടാൻ കഴിയൂ. ബുദ്ധി ഉപയോഗിച്ച് ശീലതെറ്റുകൾ വിവേചിച്ചറിയാൻ കഴിയില്ല എന്നെ കൂട്ടുകാർ മറക്കരുത്. വിവര സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ച ഉപയോഗം മൂലമാണ് ആഗോളവൽക്കരണത്തിന് കാരണമാകുന്നത്. എന്നാൽ യുവാക്കൾ വീട്ടിൽ
തീവ്രവാസങ്ങൾ രൂപപ്പെട്ടു. ശക്തമായ എത്രയോ ആക്രമണങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. സംസാര വൈകല്യങ്ങൾ, കാഴ്ചക്കുറവ് എന്നിവയൊക്കെ ഇതിന്റെ മറുവശങ്ങൾ തന്നെ. ഇന്ന് ഇവിടെയില്ലല്ല, നാട്ടിലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭൂമിയുടെ താപനം വർദ്ധിക്കാനുള്ള ഒരു കാരണം ഉപകരണങ്ങളുടെ വർധനവ് തന്നെ. റേഡിയേഷൻ എന്ന ശത്രുവിന്റെ കാര്യം മറന്ന് നാം എപ്പോഴും കൂടെ ചുമക്കുന്ന ഒരു സാധ്യത സഹചാരിയാണ് മൊബൈൽ. ഈ രശ്മിയിൽ നിന്നും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പഠനത്തെ മറന്ന് കടകളിൽ അമിതമായി ഏർപ്പെടുന്ന കുട്ടികൾ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത തൊഴിലായ്മ വിളിച്ചു വരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ പ്രവർത്തന ഫലമായാണ് ഇന്ന് ലോകത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ബോംബുകളും മിസൈലുകളും കണ്ടുപിടിച്ചത്. കൂട്ടുകാരെ, ഇത്രയും ചിന്തിച്ചപ്പോൾ വിഷമം തോന്നുന്നില്ലേ? നാം പാമ്പനാണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്തയോടെ നമുക്കൊന്നിച്ച് ഉണരാം, പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ഓക്കെ, അടുത്തതായി ടീം എ ഐവിൻ സണ്ണി. സംപൂജ്യരായ ഗുരുജനങ്ങളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈശ്വരൻ സ്തുതിയായിരിക്കട്ടെ. അതെ, വിവര സാങ്കേതിക വിദ്യയുടെ വിശാലത നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങളിൽ തന്നെ എത്ര പേരാണ് മൊബൈൽ ഉപയോഗിക്കാത്തവർ? എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നവരാണ്. ലോകത്തിലെ ഏത് ഭാഗത്തുനിന്നും വിവരങ്ങൾ ശേഖരിക്കുവാൻ, വാർത്തകൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അറിയാനും വിവര സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. പഠനം എളുപ്പമാക്കുവാനും സംശയങ്ങൾ തീർക്കുവാനും നമ്മെ സഹായിക്കുന്നു. നിങ്ങളിൽ തന്നെ ഈ പ്രശ്നം പൂർത്തീകരിക്കാൻ വെബ്സൈറ്റുകളുടെ സഹായം തേടാത്തവരുണ്ടോ? വേണ്ടിയിട്ടുള്ളവരാണ്. ബന്ധങ്ങൾ നിലനിർത്തുവാനും വിവര സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. വീടും നാടും വിട്ട് ഇന്ന് നാം ഇവിടെ ജീവിക്കുമ്പോൾ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഗുണമല്ലേ അകലെ കുറിക്കാൻ നമ്മെ സഹായിക്കുന്നത്. കേരളത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നില്ലേ? മക്കൾക്ക് മുത്തശ്ശി മുത്തശ്ശന്മാരെ കണ്ട് കഥകൾ കേട്ട് വളരുവാൻ സ്കൈപ്പ്, IMO, മെസ്സഞ്ചർ എന്നീ വെബ്സൈറ്റുകൾ ഗുണം ചെയ്യുന്നുണ്ട്. വിവര സാങ്കേതികതയുടെ കണ്ടുപിടുത്തമല്ലേ യന്ത്രവൽക്കരണത്തിൽ നമ്മെ സഹായിച്ചത്. മനുഷ്യരെക്കാൾ വേഗത്തിലും തെറ്റുകുറ്റങ്ങൾ കൂടാതെയും കാര്യങ്ങൾ നിർവഹിക്കുവാൻ യന്ത്രങ്ങൾക്ക് കഴിയുന്നു. വിജ്ഞാനത്തിന്റെ വിശാലമായ കവാടമാണ് വിവര സാങ്കേതിക വിദ്യ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. ഇന്ന് അധ്യാപകർ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികമായി വിവരങ്ങൾ ശേഖരിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സ്റ്റഡീസിലൂടെ സാധ്യമാകുന്നു. വൈകല്യങ്ങൾ ഇന്ന് ശാപമല്ലാത്തത് എന്തുകൊണ്ട്? വിവര സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തങ്ങളായ ബ്രെയിൻലി സിസ്റ്റം, ഇലക്ട്രോ ഇയർബഡ്സ്, റേഡിയോ സിസ്റ്റം എന്നീ ഉപകരണങ്ങളുടെ സഹായത്തോടെ വൈകല്യങ്ങൾ ഉള്ളവർ പോലും ഉന്നത ജോലികളിൽ സ്ഥാനം കണ്ടെത്തുന്നു എന്ന സന്തോഷപൂർവമായ കാര്യം നാം ഓരോരുത്തരും ഇവിടെ ഓർക്കേണ്ടതാണ്. സമയം പാഴാക്കാതെ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി ക്ഷീണിതരാകാതെ ഇന്ന് സ്വന്തം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലും ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി തന്നെയല്ലേ? ടൈം ഈസ് പ്രീഷ്യസ്. ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് ബസ്സിൻ്റെയോ വിമാനത്തിൻ്റെയോ ട്രെയിനിൻ്റെയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഭാഗം തന്നെയല്ലേ? കൂട്ടുകാരെ, നമുക്ക് നിസ്സംശയം പറയാം, വിവര സാങ്കേതിക വിദ്യയുടെ വിശാലത നമ്മുടെ ജോലി ഭാരം കുറച്ചിരിക്കുന്നു. കൂട്ടുകാരെ, ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, വിവര സാങ്കേതിക വിദ്യയുടെ വിശാലത നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇനി പുരോഗതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പാർട്ടിസിപ്പന്റ് ടീം ബി ജിത്തു ഏഞ്ചൽ. Our technological powers increase, but the side effects and the potential hazards also increase. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീര്യം തുളുമ്പുന്നതാണ് യുവത്വം. അരുതായ്മകളിലേക്ക് കണ്ണെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം ഭവനങ്ങളിൽ, സ്വന്തം പഠനമുറിയിൽ ഇതിനുള്ള സാഹചര്യം ലഭിച്ചാൽ വിശുദ്ധരാകാൻ ശ്രമിക്കുന്നവർ വളരെ ചുരുക്കം. അതെ, യുവജനതയെ അധാർമികതയിലേക്ക് നയിക്കുന്നത് വിവര സാങ്കേതിക വിദ്യ തന്നെയാണ്. ഇന്ന് സൈബർ ക്രൈമുകൾക്ക് ഏറ്റവും കൂടുതൽ അടിമകളാകുന്നതും അതിന് കുറ്റവാളികളാകുന്നതും നമ്മുടെ പ്രായക്കാരായ കുട്ടികൾ തന്നെയല്ലേ? വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം മൂലമാണല്ലോ ബ്ലാക്ക് മാസ് പോലുള്ള രൂപീകരണത്തിന് യുവത്വങ്ങൾ തയ്യാറായത്. വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റമുണ്ടാക്കുന്നു. ഭക്ഷണക്രമവും ജീവിത ശൈലികളും മാറിയത് മനുഷ്യരെ വേഗം അവശരാക്കുന്നു.
പണ്ടൊക്കെ നമ്മൾ മേലനങ്ങി പണിയെടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളിൽ എത്ര പേരുണ്ട് കൃത്യമായി വ്യായാമം ചെയ്യുന്നവർ, കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇവരൊക്കെ കൃത്യമായി വാട്സപ്പിൽ കയറുകയും അതിൽ ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഇന്റർനെറ്റ് കഫകളിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, പണം മാത്രം നൽകിയാൽ മതി എന്നായി. അങ്ങനെ സൈബർ ക്രൈം പെരുകുന്നു, യുവത്വങ്ങൾ നശിക്കുന്നു. ഒരാൾക്ക് ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം മാത്രമേ അനുവദിക്കൂ എന്ന ചൈനയിലെ നിയമം വരുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ സർഗാത്മകത കുറഞ്ഞ ഇന്നത്തെ ജനസമൂഹം വിവര സാങ്കേതിക വിദ്യയുടെ അടിമകളാകുന്നു. വഴിതെറ്റിപ്പിക്കുന്ന കൂട്ടുകാരല്ല, വഴിതെറ്റിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇന്നുള്ളത്. അങ്ങനെ നല്ലൊരു നാളേക്ക് വേണ്ടി ഈ അടിമത്വത്തിന്റെ ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് ഒരുങ്ങാം, പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം, പീസ്. Team A, next participant is Steven Saji. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, ഈ വേദിയിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഇന്നിവിടെ വിവരസാങ്കേതിക വിദ്യ അനുഗ്രഹമാണ് എന്ന് സ്ഥാപിക്കാനാണ് നിൽക്കുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വില്ല നാം ഓരോരുത്തരും അറിഞ്ഞത് വിവരസാങ്കേതിക വിദ്യയുടെ ഒരു ഭാഗമായ വാട്സപ്പിൽ കൂടിയാണ്. ഇത്രത്തോളം നമ്മെ സഹായിക്കുന്ന വിവരസാങ്കേതിക വിദ്യ അനുഗ്രഹമാണോ എന്ന സംശയത്തിന് പ്രസക്തിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളെ വിശദീകരിച്ചു തരാൻ ഞാൻ എൻ്റെ സംവാദത്തിലൂടെ ഞാൻ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, വിവരസാങ്കേതിക വിദ്യ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഓരോ കാര്യങ്ങളും വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. ഇന്ന് നാം ഉറ്റുനോക്കുന്ന വിവരസാങ്കേതിക വിദ്യ പല മേഖലയിലും സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈനിക വ്യൂഹത്തിന്റെ ഉടമകളാണല്ലോ അമേരിക്ക. അവർ അംഗബലം കൊണ്ടല്ല ശക്തരാകുന്നത്, മറിച്ചോ അവർ ഉപയോഗിക്കുന്ന നൂതനവും സങ്കീർണവുമായ വിവരസാങ്കേതിക വിദ്യകൾ കൊണ്ടാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഭീകര സംഘടനയായ താലിബാന്റെ സമുന്നതനായ നേതാവ് ഒസാമ ബിൻ ലാഡനെയും വളരെ വിദഗ്ധമായി ഒരു സങ്കേതം കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ പരിചയം ഇല്ലാതാക്കുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചത്. രണ്ടാമതായി നമ്മുടെ നാട്ടിലെ പ്രധാന ജോലിയായ മീൻപിടുത്തവും ഇപ്പോൾ വിവരസാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വളരെയധികം വളർന്നിരിക്കുന്നു. മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ വഞ്ചികൾ മാറി ഇപ്പോൾ സ്പീഡ് ബോട്ടുകളായിരിക്കുന്നു. ഈ ബോട്ടുകളിൽ കടലിന്റെ കാലാവസ്ഥയെക്കുറിച്ച് അറിയുന്നതിനും മീൻ ഏത് ഭാഗത്ത് ലഭ്യമെന്ന് അറിയാനും സാധിക്കുന്നു. അവസാനമായി നിങ്ങളൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വിവരസാങ്കേതിക വിദ്യ നല്ലതോ ചീത്തയോ ആകുന്നത് അത് നമ്മുടെ ഉപയോഗത്തെ അനുസരിച്ചാണ്. അതിനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, നാം ഓരോരുത്തരും വിവരസാങ്കേതിക വിദ്യ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടമായി പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. Next participant, Team B, Kathleen Jamon. Technological machines does not isolate man from the great problems of the nature, but plunge him more deeply into them. അഭിമന്യ ഗുരുക്കന്മാരെ, വിധികർത്താക്കളെ, എൻ്റെ പ്രിയ സഹപാഠികരെ, നമോവാകം. സാങ്കേതിക വിദ്യയുടെ കരാളഹസ്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. ഇന്ന് എത്ര പേരുണ്ട് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട്? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിലാവും എന്നോർക്കുക. ടെക്നോളജി ഇന്ന് മനുഷ്യനെ മെഷീനുകൾക്ക് അടിമകളാക്കിയിരിക്കുന്നു. റിമോട്ട് കൺട്രോൾ, മൊബൈൽ, എലിവേറ്റർ തുടങ്ങിയ അതിപ്രസരം മനുഷ്യരായുസ് കുറിക്കുന്നില്ലേ? അതെ, മനുഷ്യന്റെ ശാരീരിക ചലനം വരെ കുറിച്ച് മനുഷ്യന്റെ ആയുസ് കുറിക്കുമെന്ന് തീർച്ച തന്നെ. സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുത്ത പ്ലേ സ്റ്റേഷൻ, കാർട്ടൂൺ, വീഡിയോ ഗെയിംസ് എന്നിവയിൽ അടിമകളാക്കുന്നത് കുട്ടികളാണ്. തന്മൂലം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് അടിമപ്പെടുന്നു. പുറത്തുപോയി കളിക്കാൻ ഇന്നത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല.
കായികക്ഷമതയില്ലാത്ത ബാല യുവാക്കളാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. ഓരോ വീട്ടിലും ആളൻവിധം മൊബൈൽ ഫോൺ ഉണ്ട്. സമയം കിട്ടിയാൽ ചാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കാരണം മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നില്ല. കുടുംബങ്ങൾ പോലും പരസ്പരം സംസാരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ലൈക്കും കമന്റും മാത്രം ആഗ്രഹിക്കുന്ന ജനസമൂഹവും അലസിന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാകുന്നു. ധാരാളം അലസന്മാരെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകൾ എത്രത്തോളം പിശാചുകളെയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഓർത്തു നോക്കുക. സാങ്കേതിക വിദ്യയുടെ ദോഷവശങ്ങൾ മനസ്സിലാക്കി നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടി മുന്നേറാം. നന്ദി, നമസ്കാരം. ജയ്ക്രസ്. ടീം എ അങ്കിത ജോമോൻ. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും കൂട്ടുകാർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ സദസ്സിനും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്റെ സംഘത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച അംഗങ്ങളുടെ വാക്കുകളോട് ചേർന്ന് ഒന്നു രണ്ട് ആശയങ്ങൾ ഇവിടെ അല്പം നിമിഷം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യാവസായിക വിപ്ലവത്തെക്കാൾ പ്രസക്തമായ വിവര സാങ്കേതിക വിദ്യയ്ക്ക് നാം 21-ാം നൂറ്റാണ്ടിൽ സാക്ഷികളാണ്. വിവര സാങ്കേതിക വിദ്യ ഉൽപ്പാദിപ്പിക്കുവാനോ ശേഖരിക്കുവാനോ ഉപയോഗിക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ സഹായിക്കുന്ന ഏതൊരു സാങ്കേതിക വിദ്യയും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ന് ഈ രംഗത്തെ മുഖ്യ താരമാണ് വിവര സാങ്കേതിക വിദ്യ. വിവര സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ദൃശ്യമാധ്യമ രംഗത്ത് വളരെയധികം സാധ്യതകൾ തുറന്നു തന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു ആഗോളവത്കരണത്തിന് വിവര സാങ്കേതിക വിദ്യ തുടക്കം കുറിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. സിനിമ, സംഗീതം എല്ലാം ഇന്ന് ഇന്റർനെറ്റിലൂടെ ലോകമെമ്പാടും ലഭ്യമാണ്. അപകടങ്ങൾ, ഇരട്ട കഥാപാത്രങ്ങൾ, അതോ കൂടുതലുള്ള വേഷങ്ങൾ അഭിനയിപ്പിക്കുവാനും പ്രത്യേക പ്രഭാവം സൃഷ്ടിപ്പിക്കുവാനും ചിത്രീകരിപ്പിക്കുവാനും അതിനൂതനമായ സാധ്യതകളാണ് വിവര സാങ്കേതിക വിദ്യ നമുക്ക് തുറന്നു തരുന്നത്. വിജ്ഞാന വിനോദവും കൂട്ടിയോജിപ്പിക്കുവാൻ വിവര സാങ്കേതിക വിദ്യക്ക് കഴിഞ്ഞു. സേവന രംഗങ്ങളായ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, പോസ്റ്റ് ഓഫീസ്, ഇലക്ട്രിസിറ്റി ഹൗസ്, ബാങ്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻഷുറൻസ് മേഖല ഒക്കെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കണക്ക് കൂട്ടുന്നതിനും നോട്ട് എണ്ണുന്നതിനും രേഖകൾ തയ്യാറാക്കുന്നതിനും ഓരോ മേഖലകളിലെ സേവനങ്ങൾ എവിടെയെല്ലാം ലഭ്യമാകുന്നു എന്ന സൂചനകൾ എല്ലാം വിവര സാങ്കേതിക വിദ്യ നമുക്ക് നൽകുന്നു. ATM, ഇന്റർനെറ്റ്, ടെലിഫോൺ, ടിക്കറ്റ് ബുക്കിംഗ്, ദൈനംദിന വാണിജ്യ നിരക്കുകൾ ഇതെല്ലാം ആധുനിക ലോകത്തെ ജനങ്ങളെ ഏറെ സഹായിക്കുന്നു. സ്വന്തം നാട് വിട്ട് അന്യരാജ്യമായ സൗദി അറേബ്യയിലേക്ക് പലച്ചു നടേണ്ടി വന്നവരാണ് നാം ഓരോരുത്തരും. സദസ്സിൽ ഓരോ മുതിർന്ന വ്യക്തിയോടും ചോദിച്ചാൽ അവർ പറയും 10 വർഷം മുൻപ് അല്ലെങ്കിൽ 20 വർഷം മുൻപ് ഇവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. മനുഷ്യൻ അവന്റെ ഏറ്റവും അടുത്തയാളിനോട് പോലും സംവദിക്കാൻ ആകാതെ കുഴങ്ങി നിന്ന അവസ്ഥയിൽ നിന്നും ലോകത്തെ എവിടെയും ആരോടും സംവദിക്കാൻ കാണുവാനും കഴിയുന്ന നിലയിലേക്ക് വിവര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും കത്ത് എഴുതാറുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ശമ്പളം വാങ്ങുന്നതിനും വൈദ്യുതി, ടെലിഫോൺ ബിൽ, നികുതി, മറ്റു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഇടപെടലുകളായി ക്യൂ നിൽക്കാറുണ്ട്? എന്നാൽ ഇതിനെല്ലാം ഉത്തരം ഇല്ല എന്നായിരിക്കും. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് വിവര സാങ്കേതിക വിദ്യ നമ്മിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ്. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. വിവര സാങ്കേതിക വിദ്യ നമുക്ക് സമയം ലാഭിച്ചു തരുന്നു. നന്ദി, നമസ്കാരം. Thank you, Nandita. Next participant, Team B, Delson Dali. Technology is like an axe in the hands of a pathological killer. അഭിമന്യ ഗുരുജനങ്ങളെ, എന്റെ പ്രിയ സഹപാഠികളെ, നമസ്കാരം. വിവര സാങ്കേതിക വിദ്യ വിജ്ഞാന കവാടങ്ങൾ തുറന്നു നൽകുന്നു എന്ന് വീമ്പെടുക്കുന്ന സഹപാഠികളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ എത്ര പേരാണ് ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്നത്? വളരെ ചുരുക്കം പേർ മാത്രം. എന്നാൽ ഇതിന് ദുരുപയോഗങ്ങളായ ചാറ്റിങ്ങിലും സിനിമകൾ കണ്ടുകൊണ്ടുമൊക്കെ സമയം കളയുന്ന കളകളായി മാറുകയാണ് നമ്മളിൽ അധികവും. ചുരുക്കത്തിൽ വിവര സാങ്കേതിക വിദ്യ വിജ്ഞാനത്തിനേക്കാൾ ഉപരി വിനോദത്തിന്റെ കവാടമാണ് വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകുന്നത്. കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന പല പുതുമകളുടെ പിന്നിൽ. എന്നാൽ ഇന്ന് ഈ അന്വേഷണത്തിന്റെ ഒരു അംശമെങ്കിലും നമ്മൾ ബാക്കിയുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഇല്ല. പണ്ടൊക്കെ ഒരു പ്രൊജക്ട് കിട്ടിയാൽ ആളുകൾ പുസ്തകങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ വായിച്ച് പോയിന്റുകൾ കണ്ടെത്തി പുതുമയോട് അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു.
എന്നാൽ ഇന്ന് നമ്മളാട്ടെ ഉടനെ തന്നെ അത് പോയി ഗൂഗിളിലും മറ്റ് സെർച്ച് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന വെറും യന്ത്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തെറ്റുണ്ടോ എന്ന് പോലും നമ്മൾ പലരും വായിച്ചു നോക്കാറില്ല. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നമുക്കിപ്പോൾ ഓർക്കാം. വായനശീലം തീരെയില്ലാത്ത ഒരു പുതുതലമുറയാണ് ഇന്ന് വിവര സാങ്കേതിക വിദ്യ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്, അഥവാ വളഞ്ഞൊരു സമൂഹത്തെ. നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കിക്കൊണ്ടാണ് ഇന്ന് വിവര സാങ്കേതിക വിദ്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂക്ലിയർ ബോംബുകളൊക്കെ. ഹിരോഷിമയിലും നഗാസാക്കിലുമെല്ലാം ഇന്നും നമുക്കിന്ന് ഇരകളെ കാണുവാൻ സാധിക്കും. മാത്രമല്ല അന്തരീക്ഷ മലിനീകരണത്തിനും പരിസ്ഥിതി മലിനീകരണത്തിനും ഇത് വഴിയൊരുക്കുകയും ചെയ്യുന്നു. യുവത്വത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ സ്വന്തം ശരീരം പോലും പണത്തിനു വേണ്ടി വിൽക്കുന്ന ഈ പുതുതലമുറ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരണത്തെ തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണം വിവര സാങ്കേതിക വിദ്യ തന്നെയാണ്. അതെ, ഈ യുഗത്തിന് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ തയ്യാറാകണം. ഇതിനുള്ള കൃപ ദൈവം നമുക്ക് സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ടീം എ തരുൺ സോണി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മാറ്റപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. ബഹുമാനപ്പെട്ട വിധികർത്താക്കൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. വിവര സാങ്കേതിക വിദ്യ അനുഗ്രഹമോ ശാപമോ എന്ന സംവാദത്തിൽ അനുഗ്രഹമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, എന്താണ് വിവര സാങ്കേതിക വിദ്യ? കമ്പ്യൂട്ടറോ മൈക്രോ പ്രൊസസ്സറോ അടിസ്ഥാനമാക്കിയുള്ള മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക, സൂക്ഷിച്ചു വെക്കുക, പങ്കുവെക്കുക എന്നിങ്ങനെ പല വിധത്തിൽ പലതരത്തിൽ പാകപ്പെടുത്തുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയെ നാം വിവര സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നു. വിവര സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ രംഗത്ത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടെ നമുക്ക് എത്രയെത്ര ഗുണങ്ങളാണ്. ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കുവാൻ, ആരോഗ്യ ചിലവുകൾ കുറയ്ക്കുവാൻ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ, ആരോഗ്യ പരിസ്ഥിതിക്ക് കൂടുതൽ കൃത്യതയേകുവാൻ, ഇങ്ങനെ എത്ര ഗുണങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യ എതിർക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ്. ഒരു രോഗിയുടെ പൂർണ്ണമായ വിവരങ്ങൾ, അവരുടെ ഓരോ വരവും പോക്കും, ഡോക്ടറെ കുറിപ്പുകൾ, പരിശോധനാ ഫലങ്ങൾ എന്നിവയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? ഇതെല്ലാം വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെയല്ലേ? 20 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഫയലുകളായി സൂക്ഷിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എല്ലാ ഫയലുകൾ, എത്ര പേപ്പറുകൾ നമ്മൾ വേസ്റ്റ് ആക്കിയിരുന്നു. ഇപ്പോൾ ഫയലുകൾ മാറി എല്ലാം കമ്പ്യൂട്ടറുകളായിരിക്കുന്നു. എത്ര പേപ്പറുകൾ നമ്മൾ ലാഭിക്കുന്നു, എത്ര മരങ്ങളുടെ ജീവനുകൾ രക്ഷപ്പെടുന്നു. MRI, എക്സ്റേ, CT സ്കാൻ എന്നിവ വഴി ഒരു രോഗിയുടെ പൂർണ്ണ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അതോടൊപ്പം ആ രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കുന്നില്ലേ? ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന രോഗിക്ക്, അല്ലെങ്കിൽ അപകടത്തിൽ മരണത്തോട് മല്ലിടുന്ന രോഗിക്ക് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മെച്ചപ്പെട്ട ആധുനിക ആംബുലൻസ് സൗകര്യത്തോടെ പെട്ടെന്നുള്ള ചികിത്സ നൽകാൻ സാധിക്കുന്നില്ലേ? ഇതെല്ലാം വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെയല്ലേ? വിവര സാങ്കേതിക വിദ്യ അനുഗ്രഹിച്ച മറ്റൊരു മേഖലയാണ് ബാങ്കിംഗ് മേഖല. ബാങ്കിംഗ് മേഖലയിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇരുന്ന നിങ്ങൾ ഓരോരുത്തരും ക്യൂവിൽ നിന്ന് പണമിടപാടുകൾ നടത്തിയിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീട്ടിലിരുന്ന് ഏത് സമയത്തും രാത്രിയെന്നോ പകലെന്നോ വ്യത്യസ്തമില്ലാതെ നമുക്ക് പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്നില്ലേ? ഇത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയല്ലേ? ഈ വിവര സാങ്കേതിക വിദ്യ ബാങ്കിംഗ് മേഖലയിൽ വളർന്നില്ല എന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രാചീന രീതിയായ വീടുകളിൽ പണം സൂക്ഷിച്ച് കള്ളന്മാരെ ഭയന്ന് ജീവിച്ചത്. എൻ്റെ അറിവിലും കാഴ്ചപ്പാടിലും പല വിധത്തിൽ പല തരത്തിൽ വിവര സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. ഇത്രയേറെ ഗുണങ്ങളുള്ള വിവര സാങ്കേതിക വിദ്യയെ കെടുത്തണമെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാർ പലരും അവർ ദൈനംദിന ജീവിതത്തിൽ വിവര സാങ്കേതിക വിദ്യക്ക് വിധേയരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിവര സാങ്കേതിക വിദ്യ നമുക്ക് ഈ ലോകത്തിൽ ജനിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഒരിക്കൽ കൂടി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Next participant, Team B, John Brito. Depending upon getting information from the internet is like taking a drink from the sea of fire. ബഹുമാനപ്പെട്ട അധ്യാപകരെ,
വിധികർത്താക്കളെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മാറ്റങ്ങൾ നല്ലതാണ്, അതയാളുടെ നന്മയ്ക്കാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നാം സ്വയം കുഴിയെടുക്കുന്നു. അതെ, വിവര സാങ്കേതിക വിദ്യയുടെ കുഴിയിൽ വീണടക്കാണ് നമ്മൾ. അതിൽ രക്ഷപ്പെടുക വളരെ പ്രയാസം തന്നെ. സാഹചര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ഇന്നത്തെ ജനതയ്ക്ക് കഴിയുന്നുണ്ടോ? ഒരു അപകടം നടക്കുമ്പോൾ അതിന്റെ ചിത്രം വളരെ വേഗം പകർത്തി ഷെയർ ചെയ്യാനേ നമ്മുടെ യുവാക്കൾ തയ്യാറാവും. അല്ലാതെ ആ ജീവനൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ അവർ ശ്രമിക്കാറില്ല. വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുകയറ്റം വിനാശകരമായ ആയുധങ്ങളുടെ നിർമ്മാണത്തിന് വഴിതെളിച്ചു. മനുഷ്യരുടെ ജീവൻ പോലും വിലവയ്ക്കാത്ത ഭീകരവാദം ശക്തിയാർജിച്ചു. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ജീവിയാണ് മനുഷ്യൻ, സമൂഹ ജീവിയല്ല. GPS പോലെ ഹെഡ്ലൈൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഒരു പക്ഷേ നെറ്റ്വർക്ക് കട്ടായാൽ ആ സൗകര്യം അവിടെ നഷ്ടപ്പെടുന്നു. നെറ്റ് ബാങ്കിംഗ് പോലുള്ള സൗകര്യങ്ങൾ വളരെ നൂലാമാലകൾ ഉള്ളതാണ്. ആരുടെങ്കിലും പാസ്വേഡ് കയ്യിൽ കിട്ടിയാൽ നമുക്ക് അവരറിയാതെ എവിടെ നിന്നും വേണമെങ്കിലും പണം എടുക്കാൻ കഴിയും. വിശാലത കൂടുതലാൽ കള്ളനെ പിടിക്കാനും പ്രയാസങ്ങൾ തന്നെ. പാസ്വേഡ് മറന്നുപോയാൽ പണം നിക്ഷേപ പെട്ടിയിൽ നമുക്ക് ഉപകാരപ്പെടാതെ കിടക്കും. ഒരേ സമയത്ത് ഒരു നിശ്ചിത തുക മാത്രമേ എടുക്കാൻ കഴിയൂ. വിവര സാങ്കേതിക വിദ്യയുടെ ചുഴിയിൽ നമുക്ക് കരകയറണം. അതിനാൽ അണ്ടാരക്കുഞ്ഞിനും തന്നാലുപോലെ നമുക്കും പരിശ്രമിക്കാം, ഒരു സേതു നിർമ്മിക്കാൻ. നന്ദി, നമസ്കാരം. Thank you, John. നമ്മുടെ ടീം എയുടെയും ടീം ബിയുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായി വിധി നിർണ്ണാക്കൾ അവരുടെ ജോലി ചെയ്യുവാൻ തുടങ്ങുന്നു. അതിനായി ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വേണം. ജോൺസൺ സാറ് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ട്, ദയവായി കേൾക്കുക. അടുത്തതായി പുനഃസംവാദത്തിനുള്ള ചർച്ചാ സമയമാണ്. അതായത് റീബട്ടൽ റൗണ്ടിന് വേണ്ടി ഒരു ടീമിന് അനുവദിച്ചിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. ആൻഡ് ദ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ പരസ്പരം പറയിപ്പിക്കുക, സംസാരിപ്പിക്കുക, തീരുമാനമെടുപ്പിക്കുക. അത് അവരിലൂടെ നമ്മിലേക്ക് പകർന്നു വരിക, അവരുടെ പ്രസംഗ പാഠവും വർദ്ധിപ്പിക്കുക. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത്. വിജയിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ മത്സരം നല്ല രീതിയിൽ നടത്തുന്നതിന്, കുട്ടികളെ ഒരുക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച ടീം എയുടെയും ടീം ബിയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നാൽ വളരെ നിഷ്പക്ഷമായിട്ട് പെരുമാറുകയും ചെയ്തിട്ടുള്ള 2 അധ്യാപകരാണ് സോണി സാറും അമി ടീച്ചറും. ഈ 2 അധ്യാപകർക്കും സൺഡേ സ്കൂളിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ മത്സരത്തിൻ്റെ വിലയിരുത്തലിന് വേണ്ടി കൂട്ടായ്മയിൽ നിന്നും നമുക്ക് നൽകിയിരിക്കുന്ന 3 ജഡ്ജസ് ഉണ്ട്. ബ്രദർ TC തോമസ്, ബ്രദർ ജോസഫ് ഫിലിപ്പ് ആൻഡ് ബ്രദർ ജോമോൻ തകഴി. ഈ പ്രഗത്ഭരായ ഈ 3 വ്യക്തികൾക്കും സൺഡേ സ്കൂളിന് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ടൈം സ്റ്റാർട്ട്സ്. യെസ്. ബഹുമാനപ്പെട്ട ഈ വേദിയിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും വീണ്ടും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അന്വേഷിച്ച് നോക്കാതെ എങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും വീട്ടമ്മമാർ പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കാതെ വാട്സപ്പിലാണെന്ന്? ശരിയാണോ എൻ്റെ വീട്ടമ്മമാരെ? നിങ്ങൾ വാട്സപ്പിലാണോ ഫുൾ ടൈം? അല്ലല്ലോ, അവർ ജോലികൾ ചെയ്തിട്ടാണ് വാട്സപ്പിൽ നോക്കുന്നത്. കൂടാതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരാൾ പറഞ്ഞതുപോലെ ചൈനയിൽ 1 മണിക്കൂർ മാത്രം വിവരസാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാണ്. അത് ചൈനയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നീട്
നിങ്ങൾ പറഞ്ഞതുപോലെ ബാങ്ക് പാസ്വേഡുകൾ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെ, നാം ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ നാം നമ്മുടെ ഒരു ഡോക്യുമെന്റ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ബാങ്ക് നമ്മുടെ പാസ്വേഡ് മറന്നെങ്കിൽ അവർ അത് തിരിച്ച് പൈസ തരികയോ അഥവാ പുതിയ അക്കൗണ്ട് തുറന്ന് പഴയ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങൾ എപ്പോഴും എന്തിനാ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത്? എപ്പോഴും നിങ്ങൾക്ക് ഒരു ശരിയായ രീതിയിൽ ചിന്തിച്ചൂടെ? GPS നമ്മളെ വഴി കാട്ടുന്ന GPS അത് നമ്മളെ വഴിയെ കാണിക്കുന്ന അല്ലാതെ സ്ഥലമല്ല. നമ്മൾ it shows just a way. Then education, വിദ്യാഭ്യാസം ആണ് നമ്മുടെ പ്രധാന ജോലി, അല്ലാതെ TV കാണലോ ഫിലിം കാണലോ. അതുകൊണ്ട് അതൊരു പോയിന്റ് ആയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. I think the day Einstein feud has come when people share the pictures of dead bodies through WhatsApp and expects to get crying smileys and thumbs down as response. What a pity, people. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, നമസ്കാരം. വിവര സാങ്കേതിക വിദ്യ മനുഷ്യന് കോട്ടം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ഉറച്ചു പറയുവാൻ ഞാൻ ഈ വേദി വിനിയോഗിക്കുന്നു. സാങ്കേതിക വിദ്യ എന്ന സാത്താന്റെ കയറിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഈ പുതിയ തലമുറ. ആയുധങ്ങൾ മനുഷ്യനൊരിക്കലും സമാധാനം നൽകുന്നില്ല. അവർ പലപ്പോഴുമായിട്ടും വോറായിട്ടും പ്രശ്നങ്ങളായിട്ടും നമുക്ക് നാശങ്ങളാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇവർ പറഞ്ഞതുപോലെ GPS-ന് വലിയ ഉപകാരമുണ്ട്. എന്നാൽ അതിന് നെറ്റ്വർക്ക് കട്ടായി പോയാലോ? നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിലോ വഴി എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? ഉറപ്പായിട്ട് നമ്മൾ വഴി തെറ്റിപ്പോവില്ലേ? നെറ്റ് ബാങ്കിങ്ങിൽ നമുക്ക് ആവശ്യമായ സമയത്ത് പണം ലഭിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ATM-ൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഔട്ട് ഓഫ് ഓർഡർ എന്ന്. ഇതെന്താണ്? നമുക്ക് ആവശ്യമായ സമയത്ത് പണം ലഭിക്കുന്നില്ല. ഇതാണ് ഇവർ പറയുന്ന വിവരസാങ്കേതിക വിദ്യയുടെ ഇത്ര വലിയ അനുഗ്രഹം. ഇവർ പറഞ്ഞിട്ടു ഇൻഫർമേഷൻ ടെക്നോളജി ഒരു കുടുംബത്തിനെ ഒന്നിച്ചു നിർത്തുന്നുവെന്ന്. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ കുടുംബത്തിലെ നേതാവായ അപ്പൻ കമ്പ്യൂട്ടറിൻ്റെയോ വാട്സപ്പിൻ്റെയോ മുന്നിലിരിക്കുന്നു ജോലികൾക്ക് വേണ്ടിയിട്ട്. ഒരു അമ്മയോ ഫുൾ ടൈം വാട്സപ്പിൻ്റെ മുന്നിലാണ്. പലരും പറയുന്നു വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന്. പക്ഷേ ഇത് സത്യമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ അവിടെ കുട്ടികളോ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊന്ന്, നമ്മൾ പലപ്പോഴും സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ട് അധ്യാപകർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അവർക്കൊരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു അമി ടീച്ചർ, താങ്ക് യു സോണി സാർ. ഒരു വാക്ക്. ബഹുമാനപ്പെട്ട എല്ലാ കുട്ടികൾക്കും നമസ്കാരം. വളരെ മനോഹരമായി കുട്ടികൾ അവരുടെ കഴിവിൽ നന്നായി ചെയ്തു. രണ്ട് ടീമുകൾക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. അവർ വളരെ സമയം രണ്ട് വീടുകളിലായിട്ട് പ്രാക്ടീസിന് വന്നു. അതിന് വിട്ട മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി. ഞങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച ഈ സംരംഭം ഇത്രയും വിജയിപ്പിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട